പക്രുവും കുടുംബവും പ്രേക്ഷകർക്ക് സുപരിചിതരാണ്. യൂട്യൂബ് ചാനലിലൂടെയായി ഭാര്യ ഗായത്രിയും മകൾ ദീപ്തകീർത്തിയും വിശേഷങ്ങളൊക്കെയും പങ്കിടാറുണ്ട്. 15 വർഷത്തിന് ശേഷമായിരുന്നു ഇവർക്ക് രണ്ടാമത്തെ മകൾ ജനിക്കുന്നത്. ട്രീറ്റ്മെന്റ് എടുക്കാതെയാണ് മകൾ ജനിച്ചത്. എല്ലാവരും അതേക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു ആൺകുഞ്ഞില്ലാത്തതിൻ്റെ വിഷമങ്ങളൊന്നും ഞങ്ങളെ അലട്ടുന്നില്ല. 2 പെൺകുഞ്ഞായതിനാൽ സന്തോഷം മാത്രമാണ്. മകൾ സിനിമയിലേക്ക് വരുന്നതിൽ എതിർപ്പുകളൊന്നുമില്ല. പഠനം കഴിഞ്ഞ് ജോലിയൊക്കെയായി കാണാനാണ് ആഗ്രഹം. അവളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെയെല്ലാം എന്നും ഇരുവരും പറഞ്ഞിരുന്നു. ആദ്യത്തെ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞുള്ള പക്രുവിൻ്റെ അഭിമുഖം വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അമ്മയായിരുന്നു കുട്ടിക്കാലത്ത് എന്നെ സ്റ്റേജുകളിലൊക്കെ കൊണ്ടുപോയിരുന്നത്. എന്നെ ഒരു സർക്കാർ ജോലിക്കാരനായി കാണാനായിരുന്നു അമ്മ ആഗ്രഹിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ ജോലിയായില്ല എന്ന് ഇപ്പോഴും അമ്മ പറയാറുണ്ട്. ഇടയ്ക്ക് പക്രുവിനൊപ്പമായി അമ്മ ചാനൽ പരിപാടിയിലേക്ക് എത്തിയിരുന്നു. പൊതുവെ അങ്ങനെ പരിപാടിയിലൊന്നും ഞാൻ പോകാറില്ല. നിർബന്ധിച്ചത് കൊണ്ടാണ് ഇത്തവണ വന്നതെന്നും അവർ പറഞ്ഞത്. ആദ്യത്തെ കുഞ്ഞ് നഷ്ടമായത് വലിയ ഷോക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി തന്നെ തിരിച്ചു വന്നതുപോലെയാണ് തോന്നുന്നത്. വീട്ടിൽ ദേഷ്യപ്പെടാറൊക്കെയുണ്ട്. മകളെ ഒന്ന് നോക്കുകയേയുള്ളൂ. ദേഷ്യമായിട്ടൊന്നുമല്ല. സ്ക്രീനിലും സ്റ്റേജിലും കാണുന്ന പോലെയല്ല വീട്ടിൽ. എല്ലാവരും എങ്ങനെയാണോ അതുപോലൊരാളാണ്. ഒരിടത്തും ഒരു കോംപ്രമൈസുമില്ല. റെസ്പോൺസിബിൾ ഹസ്ബൻഡും ഫാദറും ആണ്. ഒരു കുടുംബം ഉത്തരവാദിത്തത്തോടെ കൊണ്ടുപോകുന്ന ആളാണ്. A to Z കാര്യങ്ങളെല്ലാം ചെയ്യും. അവിടുന്ന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ പറഞ്ഞ് തിരുത്തി കൊടുക്കും. ഭയങ്കര ബഹളം വെക്കലും പൊട്ടിത്തെറിക്കലും അങ്ങനെയൊന്നുമില്ല. കാര്യം കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇവരുടെ അടുത്ത ആൾക്കാർ വരെ കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും ഇങ്ങനെയൊരു തീരുമാനമെടുത്തപ്പോൾ പറയാൻ പാടില്ലാത്ത വേദനിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവരുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്നത് വരെ വളരെ മോശമായി പറഞ്ഞിട്ടുണ്ട്. 15 ദിവസം തികയ്ക്കില്ലെന്ന് പറഞ്ഞവർ പോലുമുണ്ട്. കുറേ വർഷം കഴിഞ്ഞാണ് ഞാനിതറിയുന്നത്. ഞാൻ വേദനിച്ചാലോ എന്ന് കരുതി എന്നോട് പറഞ്ഞതുമില്ല. ജീവിച്ച് കാണിച്ചു കൊടുക്കാമെന്ന വാശിയിലായിരുന്നു ഞാൻ. ഫൈറ്റിംഗ് സ്പിരിറ്റുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ. കുഞ്ഞുണ്ടാവുമോ എന്ന കാര്യത്തിലൊക്കെ ആശങ്കയുണ്ടായിരുന്നു. ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടമായത് ജീവിതത്തിലെ വലിയ വേദനയാണ്. നഷ്ടപ്പെട്ടത് തന്നെ എനിക്ക് തിരിച്ചു കിട്ടി. ഇപ്പോൾ 2 പെൺമക്കളുണ്ട്. എവിടേക്കോ നമ്മൾ വിചാരിക്കാത്ത വലിയൊരു ശക്തി എന്നെ നയിക്കുന്നുണ്ട്.